അടുത്ത പ്രോഡക്റ്റ് സാധനം വരുമോ തിരുമ്പി അടുത്തത് നമ്മൾ 2 പ്രൊഡക്റ്റാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഹായ് അഗെയിൻ, എല്ലാവർക്കും വെൽക്കം ടു ഫിലേസ് കോം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിലോട്ടുള്ള അൺബോക്സിങ് സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഓഫീസിലൊക്കെ പോയിട്ട് അത് ടയേർഡായി കുളിച്ചിട്ട് കൂടി ഇല്ല, പക്ഷേ നമ്മൾ വീഡിയോ ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് അധികം പ്രോഡക്റ്റ്സ് ഒന്നും അൺബോക്സ് ചെയ്യാറില്ല, കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആവശ്യമായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ പേലാക്കത്തി. ഓക്കെ, നമ്മൾ ഫസ്റ്റിലെ ബോക്സ് എടുക്കുകയാണ്. മിൽട്ടൻ്റെ ഒരു ചെറിയൊരു ലഞ്ച് ബോക്സാണ്. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ ടൈംസിൽ ഫോർമുലാസ് ഒന്നും കൊടുക്കാൻ പാടില്ല, ബ്രസ്റ്റ് ഫീഡിങ് തന്നെയായിരിക്കും വരിക. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് ഇതിന് ഡിഫിക്കൽറ്റി കൊണ്ടുണ്ടെങ്കിൽ നമ്മൾ മിൽക്ക് എടുത്തിട്ട് NICയോട്ട് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോട്ടിൽ വേണം, അല്ലെങ്കിൽ ഒരു ടംബ്ലർ വേണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് ഓർഡർ ചെയ്തത്. നൈസ് ബോക്സ് പാക്കിംഗ് ആണ്, നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാം. അപ്പോൾ ഈ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് വേറെ ബേബിയുടെ സ്നാക്സ് പോകുമ്പോഴൊക്കെ എടുക്കാൻ പറ്റും. യൂസ്ഫുള്ളായ ഒരു പ്രൊഡക്റ്റാണ്. സോ 2 പ്രൊഡക്റ്റ് ഉണ്ട്. നിയർലി അറൗണ്ട് 610 റുപ്പീസ് മാത്രമേ ഉള്ളൂ, ഇൻക്ലൂഡിങ് ദിസ് പൗച്ച് ഓൾസോ. അപ്പം കുറച്ച് പ്രീമിയം ആണ്, കുറച്ച് എലഗൻറ്റും ആണ്, കുറച്ച് സേഫുമാണ്. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് സോക്സും കാര്യങ്ങളൊക്കെയാണ്, മിറ്റൻസ് ആണ് വന്നിരിക്കുന്നത്. നൈസ് പാക്കിംഗ് ആണ് കേട്ടോ. ഓരോ ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഓക്കെ, ചെറിയ 2 സോക്സ്, 2 കയ്യോറ, ചെറിയ ടോപ്പ്. അത്ര വലിയ ക്വാളിറ്റി ഇല്ല കേട്ടോ, ഒരു മീഡിയം ആവറേജ് ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ആളുടെ മിറ്റൻസിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി കുറവാണ്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. സെബാമെഡിൻ്റെ ഒരു പൗച്ചാണ്. സെബാമെഡിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ഫസ്റ്റിലാണ് നോക്കാം. ഒരു ട്രാവൽ പൗച്ചാണ്. അപ്പം ബേസിക്കലി ആമസോണിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഓക്കെ, 900 റുപ്പീസ് വിത്ത് പൗച്ച്. എനിവേ ഒരു 200 റുപ്പീസോളം വർത്തുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. ഒരു പാലടയാണ്. ശരിക്കും ഒരു പാലട എന്നുള്ള പേര് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ഹോസ്പിറ്റലാണ്. എനിക്ക് ആകെ അറിയത് പാലട കുടിക്കുന്ന പായസം പാലട മാത്രമേ ഉള്ളൂ. ഇത് ബേബിക്ക് ഇനിഷ്യൽ ടൈംസിൽ ബ്രസ്റ്റ് ഫീഡിങ് പറ്റാത്തൊരു സിറ്റുവേഷനിൽ പാൽ കൊടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചെറിയ പാത്രമാണിത്. അതിന് ശരിക്കും പാലട എന്ന് പറയുന്നത്, പക്ഷേ ഫീഡർ പാക്ക് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. ഇത് 2 എണ്ണം ഉള്ളതാണ്. ഇത് ഞാൻ ഫസ്റ്റ് പ്രൈസ് മേടിച്ചാണ്. അറൗണ്ട് 250 റുപ്പീസ് ആയിരുന്നു ഓഫർ പ്രൈസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി, മേടിച്ചപ്പോൾ 2 എണ്ണം ഒരുമിച്ച് വന്നു. സോ മൊത്തം നമുക്ക് 4 പാക്കറ്റ് ഉണ്ട്. ഇത് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം. പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാഗാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റേണിറ്റി ബാഗ് എന്ന കോൺസെപ്റ്റ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ബേസിക്കലി മെറ്റേണിറ്റി ബാഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലേഡീസിൻ്റെ ബാഗിൽ കുറച്ച് മാനും പുള്ളിമാനും കുറച്ച് ടഫ് കളേഴ്സും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ നമ്മളത് ഇട്ടോട്ട് പോകുമ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഒരു ഗേളിഷ് ഫീൽ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നന്നായിട്ട് ഓൺലൈനൊക്കെ റിസർച്ച് നടത്തി ഒരു മെറ്റേണിറ്റി ബാഗൊന്നുമല്ല, ഇതൊരു ജാക്ക് ആൻഡ് ജോൺസൻ്റെ ഒരു പ്രീമിയം ബാഗാണ്. സോ അത് ഞാൻ ഒരു മെറ്റേണിറ്റി ബാഗായിട്ട് കൺവേർട്ട് ചെയ്ത് ഏകദേശം സ്പെക്കും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. സോ ചെറിയൊരു 2 ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊച്ചിൻ്റെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വെക്കാം, സ്നാക്സ് വെക്കാൻ പ്രത്യേക ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഡിസിൻസൊക്കെ കീപ്പ് ചെയ്യുന്ന സ്ഥലമുണ്ട്. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കള്ളിയാണുള്ളത്. ഓക്കെ, സോ വലിയ ബാഗ് തന്നെയാണ്. അത്യാവശ്യം ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ്, കുറച്ച് നല്ല വലിയ ബാഗ് തന്നെയാണ്. കുറച്ച് പ്രീമിയം ലുക്കും ഉണ്ട്. നമുക്ക് ജെൻസിനൊക്കെ ആണെന്ന് നമുക്ക് വന്നിട്ട് യൂസ് ചെയ്ത് ലേഡീസിന് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നും നടക്കാറുണ്ട്. പക്ഷേ കോസ്റ്റ് കുറച്ച് ലിറ്റിൽ കൊണ്ട് ഇത് ഞാൻ ആജിയോന്ന് എടുത്താണ്. 3000 റുപ്പീസായി. പക്ഷേ നമുക്ക് ഓഫറും കാര്യങ്ങളും കൂപ്പൺസൊക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് അറൗണ്ട് 2500 റേഞ്ചിൽ നമുക്ക് കിട്ടി. ഇതിനേക്കാളും കുറച്ച് എന്താ പറയുക, ജാക്ക് ആൻഡ് ജോൺസന് ബ്രാൻഡ് വാല്യൂ ഉണ്ട്. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ബാഗാണ്. ഞാൻ നേരത്തോട്ടെ കാട്ടിലെടുത്തിട്ടതായിരുന്നു.
പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പൊക്കി. അടുത്തത് നമ്മൾ 2 പ്രൊഡക്റ്റാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇത് നമ്മളൊരു ടവലാണ്, ബാത്ത് ടവൽ. പ്രത്യേകിച്ച് അതിൽ സ്പെക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഹോസ്പിറ്റലൊക്കെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ചെറുതായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചൊരു ടവലാണ്. കുറച്ച് ഹാർഡാണ്, ബട്ട് കുഴപ്പമൊന്നുമില്ല. അഫോർഡബിൾ പ്രൈസ് വന്നപ്പോൾ നമ്മൾ മേടിച്ചത് മാത്രമേ ഉള്ളൂ. ഒരു 200 റേഞ്ച് വന്നപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ചുമ്മാ മേടിച്ചത് മാത്രമേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു ബാത്ത് ടവൽ മാത്രമാണ്. അടുത്ത നമ്മൾ എടുത്ത് മീഷോ പ്രൊഡക്റ്റാണ്. ഇത് ചെറിയൊരു എന്താ പറയുക, ഒരു യൂട്ടിലിറ്റി ബാഗ്സ് ആണ്. അതായത് നമുക്കിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഈ ഓർഗനൈസ് ചെയ്ത സാധനങ്ങളുണ്ട്. കാരണം നമ്മളൊരു പെറ്റ് വർക്കുമ്പോൾ തന്നെ എവിടേക്കാണ് സാധനങ്ങൾ ഇരിക്കുന്നതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു യൂട്ടിലിറ്റി ബാഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെറിയൊരു യൂട്ടിലിറ്റി ബാഗാണ്, മീഷോന്നടുത്താണ്. വലിയ റേറ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇത് കോംബോ പാക്കാണ്. ഒരു 3 എണ്ണം ഉണ്ട് ഇതിനകത്ത് തന്നെ. നമുക്ക് നമ്മുടെ ക്രീംസ് കാര്യങ്ങൾ, നമ്മുടെ യൂട്ടിലിറ്റി ഐറ്റംസൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന കൂട്ട് ബാഗാണ്. ചെറിയ ക്യൂട്ട് ബാഗ്. ഓക്കെ, ഇത് അതിന് ശേഷം കുറച്ചുകൂടെ മീഡിയം സൈസ് വരുന്ന ഒരു ബാഗ്. ഓക്കെ, യൂട്ടിലിറ്റി ബാഗ്, പക്ഷേ ഒരു കോംബോ ആണിത്. നല്ല കളറല്ലേ, ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. മീഷോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു നെഗറ്റീവാണ്, ചീപ്പ് ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഒക്കെയാണ്, പക്ഷേ ഗുഡ് വർത്താണ്. ഇതൊരു യൂട്ടിലിറ്റി ഐറ്റമാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലായിരുന്നു, ചുമ്മാ കണ്ടപ്പോൾ ഒരു ക്രേസ് തന്നെ മേടിച്ചതാണ്. കാരണം നമ്മൾ ഓൾറെഡി യൂട്ടിലിറ്റി ബാഗ് മേടിച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ എന്താ പറയുക, അഡ്വാൻസ്ഡ് ഐറ്റംസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അത് വേറൊന്നുമല്ല, നമ്മുടെ ടൂത്ത് ബ്രഷ് ഹോൾഡർ കുറച്ച് സ്റ്റാൻഡേർഡാണ്. രണ്ട് സെക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പേസ്റ്റ് കാര്യങ്ങൾ, അങ്ങനെ ബേസിക്കായിട്ട് കാര്യങ്ങളൊക്കെ വെക്കാം. അത് അവരാണ് കാണാൻ ഭയങ്കര ക്യൂട്ടല്ലേ. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സീരീസിനകത്തുള്ള പ്രോഡക്ട്സ്. അപ്പം നിങ്ങളുടെ കമൻറ്റും അഭിപ്രായവും കാര്യങ്ങളും പറയണം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സീരീസോടെ നമ്മൾ വരുന്നുണ്ട്. അതിനകത്തായിരിക്കും നമ്മുടെ ഫൈനൽ വീഡിയോസ് വരുന്നത്. അപ്പം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ബൈ, വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ.